കൈയും കാലും കെട്ടി 17 വയസ്സിന് താഴെയുള്ള 16 പെൺകുട്ടികളുടെ സാഹസ്യ പ്രകടനം ആലുവ പെരിയാർ പുഴയിൽ. ആലുവ പെരിയാറിന് കുറുകെ 750 മീറ്റർ 23 മിനിറ്റിൽ മറികടന്നു. രാവിലെ 7:30 ആലുവ മണ്ഡലം കടവിൽ നിന്നും കൈകളും കാലുകളും ബന്ധിപ്പിച്ച് ദേശം കടവ് ലക്ഷ്യമാക്കി നീന്താൻ ആരംഭിച്ചു. ആലുവ നഗരസഭ ചെയർമാൻ എം.ഒ. ജോൺ മണ്ഡലം കടവിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വർഷത്തെ നീന്തല് ഓപ്പൺ ചെയ്ത് തന്നത് ജോണേട്ടൻ തന്നെയാണ്. പേപ്പറിലൊക്കെ എല്ലാവരും വായിച്ചു. ഈ വർഷം 2962 പേരെ നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. അതില് 333 പേര് പുഴ ക്രോസ് ചെയ്തു. അതൊക്കെ വലിയ അനുഗ്രഹമാണ്. ഒത്തിരി ആളുകൾക്ക് നീന്തൽ പഠിക്കാൻ. അപ്പൊ എപ്പോഴും ഒരു അനുഗ്രഹമാണ്. പിന്നെ നമുക്ക് കടവ് സ്വന്തമായിട്ട് തന്നത് ഇവിടുത്തെ വാർഡ് മെമ്പർ ജോണേട്ടന്റെ കൂടെ തന്നെയുള്ള ആളാണ് സുനീഷാണ്. അപ്പൊ അവിടെ കടവ് നഷ്ടപ്പെട്ടപ്പോ എന്നെ കൊണ്ടുവന്ന് ഇവിടെ ഒരു കടവില് കുടിയിരുത്തിയത് പുള്ളിക്കാരന്റെ സ്വന്തം കടവ് വന്ന് സഹായിച്ചത് സുനീഷാണ്. കുഞ്ഞുമക്കളെ കുട്ടികളെല്ലാം നന്നായിട്ട് 2-3 മാസം കൊണ്ട് നീന്തൽ നന്നായിട്ട് പഠിച്ചിട്ട് ആലുവ പെരിയാർ പല പ്രാവശ്യം ഒരു 20-30 പ്രാവശ്യം ക്രോസ് ചെയ്ത കുട്ടികളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇത് ഇനിയിപ്പോൾ കൈയും കാലും കെട്ടി തന്നെ ഞങ്ങൾ 21 ദിവസമായിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും നാളേനാളും അങ്ങനെ ഒത്തിരി ദിവസം ഇതിൻ്റെ ട്രയലുകൾ നമ്മൾ അടിച്ചു. ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ സന്ദേശം കൊടുക്കുന്ന പറഞ്ഞാൽ ഒരാൾ പോലും മുങ്ങി മരിക്കരുത്, ലോകത്തിൽ പോലും മുങ്ങി മരിക്കരുത്. അതിന് വേണ്ടിയിട്ട് സന്ദേശം. പ്രത്യേകിച്ച് ഇത് ചെറിയ പെൺകുട്ടികളാണ്. 7 വയസ്സ് തുടങ്ങി 16 വയസ്സ് വരെയുള്ള ചെറിയ കുട്ടികളാണ് കൈയും കാലും മുറയിൽ കെട്ടി 780 മീറ്റർ നീന്തി ആലുവ പെരിയാർ ക്രോസ് ചെയ്തെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നീന്തൽ ഏറ്റവും ലളിതമാക്കണം. അതായത് പെൺകുട്ടികൾക്കും കഴിയും, എല്ലാവർക്കും നീന്താം. അങ്ങനെ നമുക്ക് മുങ്ങിമരണങ്ങൾ പാടെ ഇവിടുന്ന് ഒഴിവാക്കാം. ആ ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇത് മറ്റുള്ളവരൊന്നും അനുകരിക്കരുത്. ഇത് വളരെ സെക്യൂരിറ്റിയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കൂടിയാണ്. സ്കൂബ ഡൈവേഴ്സ് വരെ ഉണ്ടെന്ന് ഞങ്ങളോടൊപ്പം. പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള സ്കൂബ ടീം അടക്കം. അതെ സ്കൂബ ടീം, സ്കൂബ ഡൈവേഴ്സ്, പിന്നെ ഞങ്ങളുടെ തന്നെ ഒത്തിരി പരിശീലകർ എല്ലാവരും കൂടി ഒരു വലയം തീർത്തിട്ടാണ് ഈ കുട്ടികളെ നീന്തിക്കുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിച്ചാൽ ഉടൻ തന്നെ അപ്പം തന്നെ നമുക്ക് ഇത് അഴിച്ച് മുകളിലേക്ക് കയറ്റാനുള്ള ജങ്കാർ സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ കൂടെ. എല്ലാ സുരക്ഷയും ഒരുക്കുകയാണ് ചെയ്യുന്നത്. പേടി തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? ഇത് സിമ്പിളാണല്ലോ വിളങ്ങാൻ. എപ്പോഴും ഒരു അപകടത്തിൽ പെടുമ്പോൾ ശാരീരികമായ പല പരിമിതികൾ കൊണ്ടും വസ്ത്രധാരണ രീതിയൊക്കെ കൊണ്ട് അപകടത്തിൽ കൂടുതൽ പെടാൻ സാധ്യത പെൺകുട്ടികൾക്കാണ്. കാരണം കുട്ടികൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് പെൺകുട്ടികൾ തന്നെ ഇപ്പോൾ ഈ രംഗത്തേക്ക് കുതിച്ചു വരികയാണ്. അത് വാളാശ്ശേരിയുടെ ഒരു റിസ്ക് തന്നെയാണ് എന്ന് ഞാൻ പറയുന്നത്. ഇത് അപകടത്തിൽപ്പെട്ടത് ഈ തമ്മിലുള്ളിടത്തോളം കാലം ഈ നീന്തൽ പരിശീലന പരിപാടി സജീവയുടെ പിൻഗാമികൾക്ക് തുടരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കുഞ്ഞുമക്കളെ ഫസ്റ്റ് ലൈൻ ഇറങ്ങുന്നത് നമ്മുടെ ചുണക്കുട്ടികൾ പുഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും കൊടുക്കാം നല്ലൊരു കയ്യടി.
ഇവർ ഏതാനും നിമിഷങ്ങൾക്കകം പുഴ ക്രോസ് ചെയ്ത് അക്കരെ ദേശം കടവിൽ എത്തിച്ചേരുന്നതാണ്. നല്ലൊരു കൈയോടെടുത്താണ് ഈ പുലിക്കുട്ടികൾക്ക്. കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കണം. കൈകൾ കെട്ടി നീങ്ങുന്ന ഇവരെ, കൈയും കാലും കെട്ടി നീങ്ങുന്ന ഇവരെ വേണ്ടിയിട്ട് കനത്ത ചൂടും വെയിലും വകവെക്കാതെ ആലുവ പെരിയാറിന്റെ ഓളപ്പരപ്പുകളെ വകഞ്ഞ് മുന്നോട്ട് നീങ്ങി. പരിശീലകൻ സജി വാളശ്ശേരിയും കൂടെയുണ്ടായിരുന്നു. 16 പെൺകുട്ടികൾക്ക് ആവേശം പകരാൻ കുട്ടികളുടെ മാതാപിതാക്കളും സ്കൂൾ അധ്യാപകരും രാഷ്ട്രീയ പ്രമുഖരും സുഹൃത്തുക്കളും നാട്ടുകാരും ദേശം കടവിൽ സ്വീകരണം നൽകി. മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന സംഘം സുരക്ഷയൊരുക്കി. 780 മീറ്റർ 23 മിനിറ്റ് കൊണ്ട് കരകയറി കുട്ടിക്കൂട്ടങ്ങൾ. കാഴ്ച കണ്ടവരെല്ലാം ആവേശം പകർന്ന് ഒപ്പം കൂടി. ആലുവ പെരിയാർ പുഴ കീഴടക്കിയ 16 മിടുക്കി കുട്ടികൾക്ക് വൻ സ്വീകരണം നൽകി. മാർച്ച് വരെ ഇവിടെ വന്ന് 2 ദിവസത്തോളം പ്രാക്ടീസ് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 21 ദിവസം ഇവിടെ കൈയും കാലും ബന്ധിപ്പിച്ച് നീന്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ക്രോസ് ചെയ്തത്. ഞാൻ അരുണ, ഞാൻ ദേശം കുന്നുമ്പത്താണ് താമസിക്കുന്നത്. ഞാൻ ശിവഗതി വിദ്യാർത്ഥിയുടെ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ എന്റെ പേര് അരുണിമ. ഞങ്ങള് മാർച്ച് ക്രോസ് ചെയ്തു. ഇപ്പൊ കൈ കെട്ടി ക്രോസ് ചെയ്തു. ഇല്ല, സജി സാറായിരുന്നു കൂടെയുള്ള. എല്ലാവിധ സുരക്ഷകളും ഉണ്ട് ഇവിടെ, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഭയങ്കര പാടാണ് ഇതിൽ, എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ കുഞ്ഞുമക്കളെ നല്ല കൈ. 21 ദിവസത്തെ പരിശീലനത്തിനൊടുവിലാണ് കൈകാലുകളും കെട്ടി നീന്താനായത്. നീന്തൽ മാത്രമല്ല, ജീവൻ രക്ഷിക്കാനുമാണ് സജി വാളശ്ശേരിയുടെ നീന്തൽ പരിശീലനം. വെള്ളത്തിൽ വീണാൽ സ്വയം രക്ഷയ്ക്കും മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കാനുമാണ് കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ നീന്തൽ പരിശീലിപ്പിക്കുന്നത്. ആലുവയിൽ ഇനിയൊരു മുങ്ങിമരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന ആശയം മുൻനിർത്തി നടത്തുന്ന പെരിയാറിലെ സൗജന്യ നീന്തൽ പരിശീലനത്തിന് 15 വയസ്സ് തികഞ്ഞു. പ്രമുഖ നീന്തൽ പരിശീലകൻ സജി വാളശ്ശേരിയുടെ നേതൃത്വത്തിൽ വാളശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബ്ബാണ് പരിശീലനം നൽകുന്നത്. കഴിഞ്ഞ 14 വർഷം കൊണ്ട് 8000-ലധികം ആളുകളെയാണ് നീന്തൽ പരിശീലിപ്പിച്ചത്. ഇതിൽ 2000-ഓളം പേർ പുഴ കുറുകെ നീന്തുകയും ചെയ്തു. ഇതുവരെ പരിശീലനം നേടിയവരിൽ 10ഓളം പേർ ശാരീരിക പരിമിതികൾ ഉള്ളവരായിരുന്നു. ഒരു ദിവസം 1000 പേരെ നീന്തൽ പരിശീലിപ്പിക്കാൻ വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തയ്യാറാണ്. 1 2 10 16 പെൺകുട്ടികളാണ് ആലുവ പെരിയാർ പുഴ കൈയും കാലും കെട്ടി കുറുകെ കിടക്കുന്നത്.
3 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർക്കും ഏത് ശാരീരിക പരിമിതിയുള്ളവർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാമെന്ന് സജി വാളശ്ശേരി അറിയിച്ചു. ന്യൂസ് 95 ആലുവ.